Hi, assalamu alaikum. Welcome back to Aisha's World. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് തേങ്ങാമുറിന്റെ റെസിപ്പിയാണ്. മലബാർ സൈഡിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷെ ആ പൊട്ടാറ്റോന്റെ കവറിംഗ് വെച്ചിട്ടാണ് ചെയ്യാറ് യൂഷ്വലി. പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് വേറെ ഒരു കവറിംഗ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് 4 പുഴുങ്ങിയ മുട്ടയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ലോണം വേവിച്ചെടുക്കുക, മുട്ട ബോയിൽ ചെയ്തെടുക്കുക. നമുക്ക് ആദ്യം മുട്ട പുഴുങ്ങിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 4 ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അതേപോലെ ഇങ്ങനത്തെ ബ്രെഡ് ക്രംസ് പോലെ റെഡിയാക്കുമ്പോൾ ബ്രൗൺ പാർട്ടൊന്നും കളയാറില്ല, അതേപോലെ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ മിക്കവാറും ഈ 4 ബ്രെഡ് വേണ്ടി വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് 4 എണ്ണം ഇതാക്കി എടുക്കുന്നതേ ഉള്ളൂ. ബ്രെഡ് ക്രംസ് നമുക്ക് പിന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ബ്രെഡ് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മുട്ട മതി. നമ്മളിപ്പോൾ മുട്ട ഒരു 4 എണ്ണല്ലേ പുഴുങ്ങിയെടുത്തത്, അപ്പോൾ അത്ര മുട്ടൻ്റെയും ബ്രെഡിൻ്റെയും അത്ര ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് മതിയാവും. 4 എണ്ണല്ലേ നമുക്ക് കിട്ടുള്ളൂ, പിന്നെ അത് കട്ട് ചെയ്തെടുക്കുന്നതല്ല. അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ബാലൻസിങ്ങിന് വേണ്ടി. എന്നിട്ട് ഞാനിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഫോർക്കോ അല്ലെങ്കിൽ നിങ്ങളടുത്ത് ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. സ്പൂൺ വെച്ച് ചെയ്താൽ കുറച്ചധികം സമയം എടുക്കും. ഈ ലംസ് പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ, അതില്ലാതിരിക്കണം. നമ്മൾ ഈ കട്ട്ലറ്റിനാണെങ്കിലും ഇതിനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് പിടുത്തുണ്ടാവരുത്, അതിനാകുമ്പോൾ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ കറക്റ്റ് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് അധികം ചെയ്യാറ്, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താലും പെട്ടെന്ന് പറ്റും. ഇപ്പോൾ ലംസൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ലംസൊന്നും ഫോം ചെയ്തിട്ടില്ലല്ലോ. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് നല്ലത്, പക്ഷെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്കങ്ങനെ കുറേ സ്റ്റോക്ക് ഉണ്ടാവാറില്ല കോക്കനട്ട് ഓയിൽ, നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ അധികം പലഹാരമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ വലിയൊരു ഉള്ളിയാണ് ഇപ്പോൾ നല്ല ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട്. കട്ട്ലറ്റിനൊക്കെ അരിയുന്ന പോലെ എല്ലാവർക്കും അറിയുന്നതല്ലേ, അതേപോലെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുക. വലിയൊരു ഉള്ളി ഇട്ടു, ചെറുതാണെങ്കിൽ 2 വരെയൊക്കെ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ മുട്ടൻ്റെ പുറത്ത് കവറിങ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അങ്ങനെ പുറത്ത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മസാലയൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് മസാല എടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. അതേപോലെ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചതച്ചെടുത്തതാണ്. ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും പേസ്റ്റാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അത് പിന്നെ ഒരു പച്ചമുളകാണ് കഷ്ണാക്കി വെച്ചിട്ടുള്ളത്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ ഒന്ന് ഇതായി കിട്ടും, മിക്സായി കിട്ടുമല്ലോ. നമ്മൾ കുറേ നേരം വാട്ടിയെടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് വാടിയിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും വാടിയാൽ മതി, ഒരുപാട് വാടേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിപ്പോൾ മിക്സിയിൽ അടിക്കേണ്ട കേട്ടോ, കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് അടർത്തിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് നല്ലോണം കടിക്കാൻ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചാൽ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് പോകുന്ന പോലെ തോന്നും. ഇപ്പം ഞാൻ മഞ്ഞപ്പൊടിയും കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതായിരുന്നു ചിക്കന്. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഉപ്പുണ്ട്. ലാസ്റ്റ് നമുക്ക് എൻഡിൽ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു 1/4 ടീസ്പൂണ് ജീരകപ്പൊടിയും കൂടി, വലിയ ജീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് ഉള്ളിയും കുറേ ഇതുമാണ് ഉള്ളത് കേട്ടോ, ചിക്കനും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ എടുത്തതാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് കവർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നല്ല ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുന്ന പോലെ. കട്ട്ലറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ച് അധികം ഉള്ളി എടുക്കുമല്ലോ, പക്ഷെ അതുപോലെ ഇതിലധികം ഉള്ളി എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഞാൻ കപ്പയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് കപ്പയാണ്. ഇതിപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അടുത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കപ്പ ഞാൻ വേവിച്ചെടുത്തതായിരുന്നു. പക്ഷെ അത് ഓൾറെഡി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നാക്കിയപ്പോൾ തന്നെ ഏകദേശം കുറേയൊക്കെ അത് നാശമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിവിടെ യൂഷ്വലി കിട്ടില്ല, അങ്ങനെ എപ്പോഴും കപ്പ കിട്ടില്ല. ചിലപ്പോഴൊക്കെ മലയാളി കടയിൽ പോകുമ്പോഴേ കിട്ടുള്ളൂ. പക്ഷെ ഇത് അത്ര നല്ല കപ്പയല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഇപ്രാവശ്യം ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കണം, അതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാത്തതാണ്, നല്ല കപ്പ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഒന്ന് ഒന്ന് ഉപ്പ് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. കപ്പയും ഞാൻ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ചെടുത്തതായിരുന്നു. പിന്നെ പക്ഷെ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ എന്താ അറിയില്ല, കപ്പൻ്റെ കളറും റെഡ് കളറായതിൻ്റെ വെള്ളമൊക്കെ മുളക് പൊടി ഇട്ട പോലെ. അപ്പോൾ ഞാൻ ആദ്യം നോക്കി, ഞാനിങ്ങനെ മാറിപ്പോയോ ഇട്ട സാധനം ഒന്ന്. പക്ഷെ മഞ്ഞപ്പൊടി തന്നെ ആയിരുന്നു ഇട്ട. 2 പ്രാവശ്യം വേവിച്ചെടുത്തിരുന്നു. ആദ്യം ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച ശേഷം വെള്ളം ഒഴിവാക്കിയിട്ടാണ് രണ്ടാമത് വേവിച്ചെടുത്തത്. പക്ഷെ എന്താണെന്നറിയില്ല, കളർ അങ്ങനത്തതാണ് കിട്ടിയത്. എന്തായാലും ഞാനത് നല്ലോണം കഴുകിയിട്ടാണ് പിന്നെ ഉടച്ചെടുത്തത് കപ്പ. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഞാൻ ചിക്കൻ വേവിക്കുമ്പോഴും കപ്പ വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്നു. പക്ഷേ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നോക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ട ഫുള്ളായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇത് വെച്ചിട്ട് ഈ മസാല വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ജസ്റ്റ് റോള് പോലെ ആക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് മുട്ടനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറേ ഫില്ലിങ്സ് ഇതിൻ്റെ പുറത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേട്ടോ, കാരണം ഓൾറെഡി നല്ല വലിപ്പം ഉണ്ടാവുമല്ലോ മുട്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ച് ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മുടെ പലഹാരം നല്ല വലിപ്പം ഉണ്ടാവും. ഒരാൾക്കൊക്കെ ഒന്ന് കഴിച്ചാൽ തന്നെ ഭയങ്കര കൂടുതലായതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. നമുക്ക് നല്ലൊരു നീളത്തിൽ ഉള്ള ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കാം. ഒരു കൈ കൊണ്ട് മുട്ടയിൽ കോട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ കൈ കൊണ്ട് ബ്രെഡിൽ ക്രംസിൽ നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, മുക്കിയെടുക്കുന്നത്. കാരണം നമ്മൾ ഈ മുട്ട ഉപയോഗിച്ച കൈ കൊണ്ട് തന്നെ ബ്രെഡ് ക്രംസിൽ അത് കവർ ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ബ്രെഡ് ക്രംസ് ഒക്കെ ആ മുട്ടൻ്റെ ഒരു ഇതായിട്ട് ഒട്ടി കിടക്കും. അപ്പോൾ അതുകൊണ്ട് 2 കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിപ്പോൾ ഒരു തിന്ന് ലെയറിങ് അല്ലേ വരുള്ളൂ. അപ്പോൾ കുറച്ച് കട്ടിക്കുള്ള ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് മുട്ടയിൽ മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിൽ മുക്കിയ ശേഷം പിന്നെ ഒരു പ്രാവശ്യം കൂടി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കുറച്ച് കട്ടിക്കായിട്ടുള്ള കോട്ടിങ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. 2 പ്രാവശ്യം മുട്ടയിൽ മുക്കണമുണ്ട്, ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തിട്ടാണ് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ പോകുന്നത്. ഇത് പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടല്ലോ എണ്ണ അടുപ്പത്ത് വെക്കുക കേട്ടോ, ചൂടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് ചൂടാവാൻ. അപ്പോൾ ഇത് റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കി 3 എണ്ണം കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ തേങ്ങാമുറി റെഡി ആയിട്ടുണ്ട്. 4 എണ്ണം കറക്റ്റായിരുന്നു കേട്ടോ, മസാല കറക്റ്റായിരുന്നു. അതേപോലെ തന്നെ മുട്ടയും 4 എണ്ണത്തിന് കറക്റ്റാണ്. പിന്നെ ബ്രെഡ് മാത്രം കുറച്ച് ക്രംസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ അളവ് തന്നെ എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം കൂടി, ഇതിൽ വേണമെങ്കിൽ മല്ലിച്ചപ്പും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം ലാസ്റ്റ് മസാലയിൽ, നമ്മളെ കപ്പൻ്റെ മസാലയിൽ വേണമെന്നുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടാണ് ഞാൻ ഇപ്പോൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്, കാരണം അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ. അപ്പോൾ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അത്യാവശ്യം പൊരിച്ചെടുക്കുക. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ. ഇങ്ങനത്തെ ചീനച്ചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ്, കാരണം നല്ല അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ. അപ്പോൾ അധികം ഇങ്ങനെ മുങ്ങി നിൽക്കുകയും ചെയ്യും. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് മുങ്ങി നിൽക്കാൻ കുറച്ച് പാടായിരിക്കും. മതി, എന്തായാലും ആ ബ്രെഡും മുട്ടയും ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഇത് 2 സൈഡും ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് മാറ്റുകയാണ് വേറൊരു പാത്രത്തിലേക്ക്. ഒന്ന് ഇതേപോലെ ഒന്ന് പിടിക്കുക കേട്ടോ, ഇതേപോലെ എന്നിട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കാം, പക്ഷെ സൂക്ഷിച്ച് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ വെച്ചത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് താഴത്തേക്ക് വീണു പോകും കയ്യിൽ, പിന്നെ ഫുൾ എണ്ണ തെറിക്കും. അപ്പോൾ അത് സൂക്ഷിക്കുക. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കട്ടെ.
പിന്നെ ഇത് നമ്മൾ കപ്പൻ്റെ ഈ ഒരു ട്രെൻഡ് ഇപ്പം എനിക്ക് തോന്നുന്നു കട്ട്ലറ്റൊക്കെ അധികം ആൾക്കാർ കപ്പയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കാക്കൻ്റെ പെങ്ങള്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ, അവളൊരു ദിവസം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളോള് കപ്പ ഇങ്ങനെ പൊട്ടേറ്റോക്ക് പകരം കപ്പ വെച്ചിട്ട് കപ്പ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഞാനിപ്പോൾ തേങ്ങാമുറി ഉണ്ടാക്കുമ്പോൾ പൊട്ടേറ്റോ വെച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓൾ ഉണ്ടാക്കിയ റെസിപ്പി. അപ്പോൾ ഞാൻ തേങ്ങ വെച്ച് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചപ്പോഴാണ് കപ്പ ഇവിടെ ഉള്ളപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ കപ്പ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓയിൽ പോയിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി തേങ്ങാമുറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ജസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള കപ്പയാണെന്നുള്ളത്. പിന്നെ ഇതിൽ നോക്കിയാലും മനസ്സിലാവും, നമ്മളെ പുറത്തിലത്തെ റയലിൽ 2 പ്രാവശ്യം കവർ ചെയ്തെടുത്തോണ്ട് കുറച്ചും കൂടി ഒരു മിനിറ്റ് കണ്ടില്ലേ, ആ പുറത്തിലത്തെ കവറിങ് 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുത്തോണ്ട് കുറച്ചും കൂടി ഒരു കട്ടിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കപ്പ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു ബെൽ ഐക്കൺ വരും. അതും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ബൈ ബൈ, താങ്ക് യു.